നമസ്കാരം. അമേരിക്ക റഷ്യ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നല്ല ഒന്നാം തരം താക്കീത് നൽകിയിരിക്കുകയാണ് റഷ്യ. അതെ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ട്രംപെ. കാരണം ഇത് ഇറാനോ ഇസ്രയേലോ അല്ല, റഷ്യയാണ്. അതുകൊണ്ട് തന്നെ അതും ഇതും പറഞ്ഞ് ചൊറിയാൻ വരുന്നതിന് മുമ്പ് അതൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതായത് ട്രംപ് എപ്പോഴും പൊങ്ങച്ചത്തിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് പൊങ്ങച്ചത്തിലൂടെ റഷ്യയെ ഒന്ന് ചൊറിയാമെന്ന് കരുതി പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ ആണവ ഭീഷണികളോട് പ്രതികരിക്കാൻ അമേരിക്ക പൂർണ്ണമായും തയ്യാറാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. മുൻകരുതൽ നടപടിയായി 2 US ആണവ അന്തർവാഹിനികൾ റഷ്യയ്ക്ക് അരികിലായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതു കേട്ടതും കൊടുക്കേണ്ട രീതിയിൽ തന്നെ റഷ്യ മറുപടി നൽകി. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന് മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഈ തീരുമാനം വന്നിരിക്കുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഉക്രൈൻ വിഷയത്തിലാണ് റഷ്യയുമായി ട്രംപ് അകൽച്ച തുടരുന്നത്. അതേസമയം ട്രംപ് ഭീഷണി നാടകം തുടരുകയാണെന്നും ഇറാനോ ഇസ്രയേലോ അല്ല റഷ്യ എന്ന് ഓർക്കണമെന്നും മെദ്വേവ് വ്യക്തമാക്കുന്നുണ്ട്. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. വാക്കുകൾ പലപ്പോഴും ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം. അത്തരത്തിലൊന്നാവില്ല താൻ പ്രതീക്ഷിച്ചതെന്നാണ് ട്രംപ് പറയുന്നത്. 2 ആഴ്ചയ്ക്കകം ഉക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ ഇതിനു മറുപടിയായി റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് മെദ്വേവ് പറഞ്ഞു. അതേസമയം പുടിന് അനുകൂലിയും നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമാണ് ദിമിത്രി മെദ്വേവ്. പരാജിതനായ പ്രസിഡന്റായിരുന്നു മെദ്വേവ് എന്ന് പറഞ്ഞ ട്രംപ് അയാൾ അപകടകരമായ മേഖലയിലേക്കാണ് കടക്കുന്നതെന്നും ഇപ്പോഴും റഷ്യയുടെ പ്രസിഡന്റാണെന്ന വിചാരമാണെന്നും പരിഹസിച്ചിരുന്നു. റഷ്യയുമായുള്ള വാണിജ്യ പ്രതിരോധ ബന്ധത്തിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയും കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചത്ത സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് നശിക്കാമെന്നും താൻ കാര്യമാക്കുന്നില്ല എന്നുമാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചത്. അതേസമയം അമേരിക്ക ഇന്ത്യക്കെതിരെ 25% തീരുവ ചുമത്തി മണിക്കൂറുകൾക്കകമായിരുന്നു പരസ്യമായ വിമർശനവും എത്തിയത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച